രാവിലെ നമ്മൾ മാധ്യമം പത്രം എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. അതിൽ ഖത്തറിന്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലേഖകന്റെ പേരുണ്ടാകും, ഹുബൈബ്. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 നിങ്ങളാണ് താരത്തിന്റെ സമയം. അജീഷ് ഷിഫിൻ കൂടെയുണ്ട്. ഇന്ന് എന്റെ കൂടെ താരമായിട്ട് മിസ്റ്റർ ഹുബൈബ് ജോയിൻ ചെയ്യാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എത്തുകയാണ്. നമസ്കാരം. നമസ്കാരം. യെസ്, 4.5 വർഷക്കാലമായിട്ട് നമ്മുടെ ഖത്തറിലുണ്ട്. ഖത്തറിലെ ഓരോ കാര്യങ്ങളും ഇവിടെയുള്ള ഓരോ മലയാളികളുടെ അരികിലേക്ക് ഹുബൈബിന്റെ എഴുത്തിലൂടെയാണ് എത്തുന്നത്. ആ ഒരു മാധ്യമ പ്രവർത്തനം ഖത്തറിലേത് കഴിഞ്ഞ് ഇനി തിരികെ നാട്ടിലേക്ക് പോകുന്ന സമയം അടുക്കുകയാണ്. അതെ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. 2021 ജൂൺ. അപ്പൊ 4 വർഷം പൂർത്തിയാക്കി. സാധാരണ നമ്മള് 3 ഇയർ ടേമിലാണ് വരാറ്. അപ്പൊ 1 വർഷം കൂടെ കഴിഞ്ഞു. അപ്പോ 4 വർഷത്തെ ഡെപ്യൂട്ടേഷൻ ആണ്. അത് പൂർത്തിയായിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഞാൻ വരുന്നത് സത്യം പറഞ്ഞാൽ 2021 ജൂണില് ഖത്തർ ഒരു ഫുട്ബോൾ മേളക്കുള്ള ഒരുക്കായിരുന്നു. അന്ന് ഞാൻ വരുന്ന ആ സമയത്ത് അറബ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫുട്ബോൾ മേളയുടെ തുടക്കം. അറബ് കപ്പിന്റെ മത്സരം കാണാൻ പോകുന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ പുതിയൊരാൾ കൂടി കാണുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതെ. യെസ്, അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുപാട് കായിക മാമാങ്കങ്ങൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള അല്ലെ, തീർച്ചയായും ഒരുപാട് മത്സരങ്ങൾ കാണാനായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തി കഴിഞ്ഞാണ് ഖത്തറിലേക്ക് വരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ 2010 വേൾഡ് കപ്പ് നടക്കുന്ന സമയം, ദക്ഷിണാഫ്രിക്ക ലോകകപ്പ്. അത് കഴിഞ്ഞ് തൊട്ടുടനെ ആയിരുന്നു ഖത്തറിന്റെ വേൾഡ് കപ്പ് അവാർഡ് ചെയ്യുന്നത്, ബിഡ് ചെയ്ത്. അപ്പൊ നമ്മള് അന്ന് സ്വപ്നം കാണുകയാണ്. അന്ന് ഞാൻ ജേർണലിസം തുടങ്ങിയിട്ടുണ്ട്, മാധ്യമത്തിൽ എത്തിയിട്ടില്ല. ആ സമയത്ത് നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നത് ഖത്തറിലൊന്ന് ഏതെങ്കിലും ഒരു വഴിക്ക് എങ്ങനെങ്കിലും ഒന്ന് ഖത്തറിൽ പോയിട്ട് വേൾഡ് കപ്പ് കാണണം. കാരണം അതിനപ്പുറത്തേക്ക് നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. അങ്ങനെ നിൽക്കുകയാണ് വേൾഡ് കപ്പിന് ഒരുങ്ങുന്ന ഖത്തറിലേക്ക് നമ്മുടെ മുൻഗാമിയായിരുന്നു മുസ്തഫ ആയിരുന്നു, ദീർഘകാലം ഉണ്ടായി. മുസ്തഫയുടെ പിൻഗാമിയായിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മളിൽ എത്തിച്ചേരുന്ന ഒരു ദൈവനിയോഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും നാട്ടിലെ റേഡിയോയിൽ നിന്നും ഖത്തറിലേക്ക് വരുന്നതും വേൾഡ് കപ്പ് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് പേര് അങ്ങനെയാണല്ലേ. ഈ വേൾഡ് കപ്പിലെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ വായനക്കാരുടെ അരികിലേക്ക് വളരെ മനോഹരമായിട്ടായിരുന്നു ഹുബൈബ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും വേൾഡ് കപ്പ് ആ നവംബർ ഡിസംബർ മാസങ്ങളിൽ മാത്രമായിരുന്നില്ല നമുക്ക്. കാരണം സത്യം പറഞ്ഞാൽ 2021 നവംബർ 20 ആ വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ പത്രത്തിലായാലും പിന്നെ ഓൺലൈനായിട്ടും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് അന്നൊരു സുഹൃത്ത് നമ്മളോട് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പം പറഞ്ഞത്, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 1 വർഷം കൗണ്ട് ഡൗൺ ചെയ്യുന്ന, അതിന്റെ കൂടെ 1 വർഷം വിവിധ വാർത്തകളായിട്ട് മലയാളി വായനക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത്. അത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തക സുഹൃത്ത് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് 100 ഡേയ്സിലേക്ക് അടുത്തപ്പോൾ അത് കൂടുതൽ നാട്ടിലെ ഓൾ എഡിഷൻ സ്പോർട്സ് പേജിലും അത് കയറി വന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖത്തർ വേൾഡ് കപ്പ് മലയാളികളെ ഏറ്റവും സാമീപ്യമുള്ള GCC ഉള്ള പ്രവാസികളെ, നാട്ടിലുള്ള മലയാളികളായാലും ഫുട്ബോളിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവര് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് ഖത്തർ വേൾഡ് കപ്പിലെ ഓരോ അപ്ഡേറ്റ്. ഈവൻ ടിക്കറ്റ് സെയില്, ടിക്കറ്റ് റേറ്റുകള്, എൻട്രി സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഇത്തരം സംഭവങ്ങളെല്ലാം നമുക്ക് വളരെ വളരെ വേഗത്തിൽ എക്സ്ക്ലൂസീവായിട്ട് ആദ്യം തന്നെ നമുക്ക് വായനക്കാരിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലുള്ള 4 വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണുന്നത്. പിന്നെ ഒരുപാട് അനുഭവം, കാരണം നമുക്ക് വേൾഡ് കപ്പ് കഫുവിനൊക്കെ നമ്മൾ നേരിട്ട് കാണും. അതെ, ബ്രസീലിലെ കക്ക, അതേപോലെ ലെജൻസിനൊക്കെ വേൾഡ് കപ്പിന് മുമ്പ് കാഹിൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഒരു സ്വപ്നതുല്യമായ നിമിഷമായിരുന്നു. കക്കയെ അറബ് കപ്പിന് തൊട്ട് മുമ്പ് ഷെറാട്ടണിലെ ഒരു പ്ലേയേഴ്സിന്റെ മീറ്റ് ദ പ്രസ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഇന്ററാക്ഷൻ. അതിലായിരുന്നു കക്കയെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് കക്കയെ, ഡിബോയറിനെ ഒക്കെ നമ്മൾ ദോഹയിൽ നിരന്തരം എല്ലാ വേദികളിലും കാണുന്ന മനുഷ്യന്മാരായി മാറി. അറബ് കപ്പിന് തൊട്ടു മുമ്പായിരുന്നു അതേപോലെ 974 സ്റ്റേഡിയത്തില് ഒരു സെലിബ്രിറ്റി, ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള മാച്ച് ഉണ്ടായിരുന്നു. അതെ. അപ്പൊ നമ്മളന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു, കഫു, ഡിബോയർ, പിന്നെ ഇവരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളോട് അവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ അവരായിട്ട് സംസാരിക്കുന്നു. അതിൽ പല സംഭവങ്ങളും ഞാൻ പിന്നീട് പലപ്പോഴും വാർത്തയാക്കിയിട്ട് നാട്ടിലും ഇവിടെയും ഒക്കെ വാർത്തയാക്കിയിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലെ ഒരു സ്വപ്നത്തിലൂടെ സഞ്ചരിച്ച ഒരു
ഒരു സമയമായിരുന്നു ആ വേൾഡ് കപ്പിനുള്ള ഒരുക്കം. വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ആ കളി നടന്ന സമയം എന്ന് വെച്ചാൽ നമ്മള് പിന്നെ ഒരു 18 മണിക്കൂറോളം വർക്ക് ചെയ്ത. പിന്നെ അതില് ഒരു സാധാരണ ഒരു ഫുട്ബോൾ പ്രേമിക്ക് ഉണ്ടാകുന്ന ഇതിനപ്പുറത്തേക്ക് മാച്ച് റിപ്പോർട്ടിങ്ങും അതിന്റെ അനുബന്ധ സംഭവങ്ങളാണല്ലോ. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മൾ എൻജോയ് ചെയ്ത് ആ വേൾഡ് കപ്പിലേക്കുള്ള ഒരു വർഷത്തെ ആ യാത്ര. നിരന്തരം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ഖത്തറിൽ. പ്ലേയേഴ്സിന്റെ വിവിധ പരിപാടികൾ, സ്റ്റേഡിയം ഇനാഗുറേഷനുകൾ, സ്റ്റേഡിയം വിസിറ്റുകൾ. അതിൽ ഏറ്റവും വലിയ ഞാനും മീഡിയ വണിലെ സൈഫും അപ്പൊ ഞങ്ങള് അറബ് കപ്പിന് തൊട്ടു മുമ്പായിട്ട് വേൾഡ് കപ്പിന് ഒരുങ്ങിയ എല്ലാ സ്റ്റേഡിയങ്ങളിലേക്ക്, ലുസൈലിലൊഴികെ എല്ലാ സ്റ്റേഡിയങ്ങളിലേക്കും ഒരു എക്സ്ക്ലൂസീവ് ടൂർ കിട്ടിയിരുന്നു സുപ്രീം കമ്മിറ്റിയുടെ. ഞാനുണ്ടായിരുന്നു. അതെ അതെ, ഷിഫിനുണ്ടായിരുന്നു, പിന്നെ അജ്മൽ ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടിയ പിന്നെ ഒരു അപൂർവമായ ഭാഗ്യമാണ്. കാരണം ആളുകൾക്ക്, പൊതുജനങ്ങളും കാണികളും ഒക്കെ അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്താനോ ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലുസൈലിൽ പോയപ്പോ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സി കപ്പടിക്കാൻ വരുന്ന സ്റ്റേഡിയം ആയിരിക്കുമെന്ന്. അതായത് എന്റെ മൊബൈൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാനന്ന് ആ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ ക്യാമറമാൻ ഞാനായിരുന്നു. അർജന്റീന ടീം എന്റെ ഡ്രസ്സിംഗ് റൂമാണിത്, ഇവിടെയാണ് മെസ്സിയും കൂട്ടരും കപ്പുമായിട്ട് ആഹ്ലാദ നൃത്തം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നമുക്ക് മാത്രം കിട്ടിയ വലിയ ഭാഗ്യങ്ങളാണ്. പിന്നീട് ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പിന്റെ സമയത്ത് മാധ്യമത്തിനും മീഡിയ ഒന്നും കിട്ടിയ ഒരു അപൂർവ അനുഭവമായിരുന്നു സുപ്രീം കമ്മിറ്റിയുടെ ഖത്തർ വേൾഡ് കപ്പ് 2022 CEO ആയിരുന്ന നാസർ അൽ ഖാത്തിറായിട്ടുള്ള അഭിമുഖം. അത് ഖത്തറിന് എന്താണോ വെസ്റ്റേൺ മീഡിയക്കെതിരെ മറുപടി പറയാണ്ടത് ഇന്ത്യൻ ആരാധകരെ വെസ്റ്റേൺ മീഡിയ തള്ളിയപ്പോ അതിന് ഇന്ത്യൻ ആരാധകരെയും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെയും ചേർത്ത് വെച്ചുകൊണ്ട് നാസർ അൽ ഖാത്തിർ നടത്തിയ ആ ഒരു അഭിമുഖം, അത് മാധ്യമത്തിന് മീഡിയ ഒന്നും കിട്ടിയൊരു അപൂർവമായ ഒരു ഭാഗ്യമായിരുന്നു. അന്ന് വേൾഡ് കപ്പിൽ ടീമിനെ ലീഡ് ചെയ്യാനെത്തിയ മാധ്യമ ന്യൂസ് എഡിറ്റർ NS നിസാർ ആയിരുന്നു അത് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് സ്വപ്ന യാത്രകളായിരുന്നു നമ്മൾ ഈ 4 വർഷക്കാലമായി കൊണ്ടു നടന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. പാട്ട് കേട്ടായാലോ? തീർച്ചയായും. കേട്ടിരിക്കാൻ പറ്റുന്ന നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 നിങ്ങളാണ് താരം. ഓരോ വാർത്തയ്ക്ക് പിന്നിലും ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. കൃത്യമായിട്ടുള്ള ഓരോ വായനയും ആ ലേഖകൻ എഴുതുന്നത് മനസ്സിൽ നിന്ന് തന്നെയാണ്. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 നിങ്ങളാണ് താരത്തിന്റെ സമയമാണ്. ഷിഫിൻ കൂടെയുണ്ട്. എന്ന് എന്റെ കൂടെ മാധ്യമത്തിന്റെ ലേഖകൻ ഹുബൈബ്. നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ഒരുപാട് ഇവന്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് വേൾഡ് കപ്പ് കാണാൻ പറ്റി. അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ റൗണ്ടുകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ വേൾഡ് കപ്പിലേക്ക് എത്തിയത്. അന്ന് ഓസ്ട്രേലിയ യോഗ്യത നേടുന്ന ഒരു മത്സരം നമ്മൾ കണ്ടത് ഓർമ്മ. പിന്നെ ഓസ്ട്രേലിയയും പെറുവും തമ്മിൽ വളരെ വാശിയേറിയ മത്സരം. കാരണം അത് ആ മത്സരത്തിന്റെ വൈബ് എന്ന് വെച്ചാൽ പെറുവിൽ നിന്ന് സൗത്ത് അമേരിക്കയിൽ നിന്ന് 14-18 മണിക്കൂർ യാത്ര ചെയ്ത് വന്ന ഒരുപാട് കാണികളുണ്ടായിരുന്നു. ഈ സീക്കോ എന്നുള്ള ഒരു ചാൻഡും ഒക്കെ ആയിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയൊരു മത്സരം കൂടിയായിരുന്നു. വളരെ ആവേശം നൽകിയ ഓസ്ട്രേലിയന്റെ ക്യാപ്റ്റൻ തന്നെയായിരുന്നു അവരുടെ ഗോൾ കീപ്പർ. സത്യം പറഞ്ഞാൽ വളരെ ന്യൂനപക്ഷമായിരുന്ന ആ ഓസ്ട്രേലിയൻ ഗാലറി എന്ന് പറയും കാണികള്. അപ്പൊ ഓസ്ട്രേലിയ അത് ക്വാളിഫൈ ചെയ്തൊരു മാച്ചും കൂടി. അപ്പൊ അതിന് ഷിഫിൻ പറഞ്ഞതുപോലെ തന്നെ ലോകകപ്പിന്റെ A to Z കാര്യങ്ങൾ, ക്വാളിഫയർ മത്സരങ്ങള്, അവിടുന്ന് സൗത്ത് അമേരിക്കയിലുള്ള ആരാധകരുടെ ആവേശങ്ങള്, അപ്പൊ ആ സ്പിരിറ്റെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ലോകകപ്പിനെയൊക്കെ അടുക്കുന്നത്. വെറൊരു ലോകകപ്പിന് വന്നിട്ട് ആ ലോകകപ്പിന്റെ ആവേശം മാത്രം ഉൾക്കൊണ്ട് പോകുന്ന ഒരു ജേർണലിസ്റ്റ് ആയിരുന്നില്ല ആ സമയം. പിന്നീട് അതിനപ്പുറത്തേക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ 2022 ഏപ്രിലായിരുന്നു ലോകകപ്പിന് നറുക്കെടുപ്പിന് ദോഹവേദിയായിരുന്നു. അപ്പൊ അതില് അക്രഡിറ്റേഷൻ കിട്ടി, അത് അകത്ത് കയറാൻ ഭാഗ്യം കിട്ടിയെന്നല്ല. അന്ന് കോൺഗ്രസ് വേദിയില് ഡ്രോ വേദിയില് കുറച്ച് ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നറുക്കെടുപ്പ് ട്രിബ്യൂണിലേക്ക് നമുക്കായിരുന്നു അതിനെ എൻട്രി കിട്ടിയ. അപ്പൊ അമീർ ഷെയ്ഖ് തമീം ഉൾപ്പെടെയുള്ള, അതേപോലെ ഇൻഫന്റിനോ, എല്ലാ ടീമിന്റെയും പ്ലേയേഴ്സും കോച്ചുമാരും അതേപോലെ ഫെഡറേഷൻ പ്രതിനിധികളുള്ള വളരെ വിപുലമായ ഒരു ഇതില്ലായിരുന്നു. അപ്പൊ അതിനെ സാക്ഷിയാവുക, അതൊക്കെ അതിന്റെ ബോണസുകളാണ്. അന്ന് നമ്മുടെ കൈകളിൽ കിട്ടിയ ഒരു സോനിയർ ഉണ്ടായിരുന്നു. നമുക്ക് വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ആദ്യത്തെ സമ്മാനമായിരുന്നു അത്. തീർച്ചയായും അത് ഫിഫ തന്ന ഒരു സോനിയർ. പിന്നെ സുപ്രീം കമ്മിറ്റി വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനൊരു മ്യൂസിയം, വേൾഡ് കപ്പ് മ്യൂസിയത്തിലുള്ള സാധനങ്ങളൊക്കെ സജ്ജീകരിച്ചു സമാഹരിച്ചു കഴിഞ്ഞു കുറെ കാലം. ഇവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് പോകുമ്പോ വീട്ടിൽ കൃത്യമായിട്ടൊരു ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിന്റെ ഭാഗമായിട്ട് വലിയൊരു ഷെൽഫ് തന്നെ ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടാവും. അതെ അതിനുള്ള സാമഗ്രികളൊക്കെ തയ്യാറാണ്. ഇനിയിപ്പോ ഒരു ഷെൽഫൊക്കെ തയ്യാറാക്കണം. എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ ബാക്കിയുള്ള മാധ്യമ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരാണെങ്കിലും അവരോട് പറയണം, ഇത് കണ്ടോ. പക്ഷെ അതിൽ നമുക്ക് മിസ്സായ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ആ സമയത്ത് നമ്മുടെ ഈ പ്രൊഫഷൻ
സബ്സ്റ്റിറ്റ്യൂഷന്റെ പിന്നാലെ റിപ്പോർട്ടിങ്ങിന് പിന്നാലെ പോയത് കാരണം കഫുവിനോടൊക്കെ ഞാനും ഫൈസലൊക്കെ തോളിൽ കൈയിട്ട്, അത് വളരെ റിയൽ ആണ്, തോളിൽ കൈയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും സാമീപ്യം ഉണ്ടായിരുന്നു അവര്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് 2019 നമ്മുടെ ഫസ്റ്റ് സ്റ്റേഡിയം ഇവിടെ ഇനാഗറേറ്റ് ചെയ്യാണ്. ആ സമയത്ത് കഫു, റോബർട്ടോ കാർലോസ്, സാമുവൽ എറ്റോയൊക്കെ വരികയാണ്. ആദ്യമായിട്ട് അന്നാണ് കഫുവിനെ കാണുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ അന്ന് ബ്രസീലിന് വേണ്ടി ആ ഒരു വേൾഡ് കപ്പ് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ആ ഒരു ഫേസ് പെട്ടെന്ന് അതാണ് എന്റെ ഓർമ്മയിൽ വന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലെ മാറിയിട്ടുണ്ട് അവരും. തീർച്ചയായും. അല്ല, നമ്മൾ പല വേദികളിൽ നിന്ന് അവരെങ്ങനെ കാണുമ്പോൾ അവര് എല്ലാ മീഡിയകളെ ഇങ്ങനെ കൈപ്പൊക്കി വിഷ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു അനുഭവമായിരുന്നു ഐഫാബിന്റെ പ്രധാനപ്പെട്ട മീറ്റിംഗ് കോൺഫറൻസ് ഇവിടെ നടന്നപ്പോൾ അതിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്ത് അതിലായിരുന്നു വേൾഡ് കപ്പിലെ നിർണായകമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എണ്ണം വർദ്ധിപ്പിച്ച, ടീം കപ്പാസിറ്റി വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെയുള്ള VAR ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള വേൾഡ് കപ്പിൽ അത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. കൊളീന ഉൾപ്പെടെയുള്ള നമ്മൾ ടിവിയിലൂടെ നോക്കുമ്പോഴും നമ്മൾ പേടിപ്പിക്കുന്ന ആ തീ തുപ്പുന്നത് പോലെയുള്ള കണ്ണുകളിൽ ആ മനുഷ്യൻ, അദ്ദേഹമാണ് അന്ന് അത് വിശദീകരിക്കുന്നത് നമ്മുടെ മുന്നിലിരുന്നത്. അപ്പൊ അന്ന് അത് ഇൻഫന്റിനോ ഉണ്ട്, അതേപോലെ പ്രധാനപ്പെട്ട ഫുട്ബോളിന്റെ ബോഡിയാണ്, പ്രധാനപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അതിന്റെ പ്രതിനിധികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഇനിയൊരിക്കലും ആവർത്തിക്കാൻ സാധ്യമില്ലാത്തതാണ്. കാരണം മറ്റ് ലോകകപ്പ് ഇനിയിപ്പോ ഫിക്സഡ് ആണല്ലോ ലോകകപ്പ്, ഇനിയിപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരു മലയാളികൾക്ക് അനുഭവിക്കാൻ പോകുന്ന 2034 സൗദിയിൽ മാത്രമായിരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കുറെ കാര്യങ്ങളുണ്ട്. ഈ 4 വർഷത്തെ നമ്മുടെ ആ ഒരു ചരിത്രം ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാട്ടുകൾ കേട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നാലോ? തീർച്ചയായും. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 നിങ്ങളാണ് താരം. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 നിങ്ങളാണ് താരം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് താരമായിട്ട്, ഇന്നല്ല എല്ലാ ദിവസവും ഈ 4 വർഷമായിട്ട് നമ്മുടെ ഖത്തറിലെ താരം തന്നെയാണ്. ഹുബൈബാണ് കൂടെയുള്ളത്. മാധ്യമത്തിന്റെ ജേർണലിസ്റ്റ് ആണ്. മാധ്യമ പത്രത്തിലേക്ക് ഓരോ വാർത്തകൾ ഓരോ ദിവസങ്ങളായിട്ട് വരികയാണ്. ചില ആൾക്കാർക്ക് വിളിക്കും, ഇത് ഈ സ്റ്റോറി ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു 4 വർഷത്തോളമായിട്ട് ഉണ്ടാവുമല്ലോ. ഷിഫിൻ ചോദിച്ചതില് നമ്മള് ദിവസേന നമ്മള് പരമാവധി നമ്മൾ നൽകുന്ന വാർത്തകൾ നല്ല വാർത്തകളായിട്ട് നൽകാൻ ശ്രമിക്കും. അതിൽ പ്രവാസികളായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും, പിന്നെ അവരുടെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറികൾ, നല്ല വാക്കുകൾ, അഭിനന്ദനങ്ങൾ ചില കോണുകളിലൊക്കെ ചില വാർത്തകൾക്ക് ഉണ്ടാവാറുണ്ട്, അതേപോലെ സ്റ്റോറികൾ. പക്ഷെ അതിനേക്കാളേറെ നമ്മൾ നൽകുന്ന നല്ല വാർത്തകൾക്ക് വിളികൾക്ക് ചിലപ്പം കുറവായിരിക്കാം. അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും, വിളികൾ അത് നന്നായി എന്നൊക്കെ. പക്ഷെ ആ വാർത്തക്കിടയിൽ നമ്മളൊരു അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഫാക്ച്വൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നിക്കപ്പുറത്തി ഉണ്ടാവില്ല. മിക്കവാറും ഇവിടെയും വിളി വരും, നാട്ടിലും വിളി വരും. നമ്മളെ ടോപ്പിലുള്ള ആളുകൾക്കും സീനിയേഴ്സിനും ഒക്കെ വിളികൾ, അത് ഇതിന്റെ സ്വഭാവമാണ്. പിന്നെ അതൊക്കെ നമ്മുടെ ദൈനംദിന ചര്യയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മുടെ ഖത്തറിലെ പ്രവാസികൾക്ക് സഹായകരമായുള്ള ഒരുപാട് വാർത്തകൾ ഹുബൈബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന 1-2 കാര്യങ്ങൾ പറയുകയാണ്. ജേർണലിസം കരിയറിൽ റിമാർക്കബിൾ ആയ മൈൽ സ്റ്റോൺ എന്ന് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഒരു 5 ദിവസം പരമ്പര എഴുതിയിരുന്നു. ലഹരിച്ചു പ്രവാസ സ്വപ്നങ്ങൾ എന്ന പേരിൽ ഓൾ GCC പിന്നെ കൺട്രീസിലെ പല സംഭവങ്ങൾ, അതിലേക്ക് നമുക്ക് ത്രെഡ് കിട്ടുന്ന ഇന്ത്യൻ എംബസിയുടെ ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ഡ്രഗിനെതിരെയുള്ള ഒരു അവയർനെസ് ക്യാമ്പയിൻ, ലഹരി കേസുകൾ കുടുങ്ങുന്നതിനെതിരെ അംബാസഡറുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രസ് മീറ്റ് ആയിരുന്നു. അതിൽ നിന്നാണ് ഇത് ഇത്രത്തോളം ഭവിഷ്യത്ത് ഇതിന് പിന്നുണ്ട്, അതിന്റെ ആഘാതം ഇത്രയാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അന്വേഷണം നടത്തി ഒരു അവയർനെസ് എന്നുള്ള നിലയ്ക്ക് ഖത്തറിൽ ഒതുക്കാൻ തീരുമാനിച്ചൊരു പരമ്പരയായിരുന്നു. പക്ഷെ നാട്ടിൽ അത് അവതരിപ്പിച്ചപ്പോഴാണ് അത് ഓൾ എഡിഷൻ ആയിട്ട് എല്ലായിടത്തും പോകണം, എല്ലാ പ്രവാസികളും അറിയാം. കുറച്ച് 1-2 മാസം അതിന് പണിയെടുത്തിട്ടാണ് ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുന്നതും. അതിന് നല്ല ഫീഡ്ബാക്ക് നമുക്ക് എല്ലായിടത്തും നിന്നുണ്ടായി, എല്ലാ GCC നിന്നുണ്ടായിരുന്നു, നാട്ടിൽ നിന്നുണ്ടായിരുന്നു, ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. പലരും അതിന്റെ അനുഭവങ്ങളൊക്കെ വിളിച്ചിരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആക്കുന്ന നമ്മുടെ പണി എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അതേസമയം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയ പല വാർത്തകൾക്ക് അതിൻ്റെതായ ഇമ്പാക്റ്റും പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കരളലിയിപ്പിക്കുന്ന, നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന പല വാർത്തകളും. പിന്നെ അതിൽ ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ് പ്രവാസികളുടെ ആകസ്മികമായ മരണങ്ങളൊക്കെ. അത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പല ദിവസങ്ങളിലും നമ്മളെ തന്നെ അവിടെ പ്ലേസ് ചെയ്യും. അപ്പൊ അവരുടെ കുടുംബങ്ങളായിട്ട് നമ്മളെ കുടുംബങ്ങളെയും പ്ലേസ് ചെയ്യും. കാരണം പക്ഷെ നിർവാഹമില്ല, അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോ കെനിയയിൽ നടന്ന അപകടം, അത് മാധ്യമം ദോഹയിൽ നിന്നാണ് നമ്മൾ വാർത്തയുടെ അപ്ഡേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതെല്ലാം പ്രവാസത്തിൽ
ഇരുന്ന് മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെ തന്നെ അവിടെ പ്ലേസ് ചെയ്യുന്നു. ഓരോ പ്രവാസിക്കും ഉണ്ടാകുന്ന ആഘാതം അത് വളരെ അതിഭീകരമാണ്, നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഉറക്കത്തിൽ വരെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രവാസികൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ അവരുടെ അരികിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ആയിട്ട് ഒരുപാട് സ്റ്റോറീസ് ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായും ഈ നോർക്കയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ വന്ന ഉടനെ തന്നെ ആയിരുന്നു മാധ്യമത്തിൽ അതിൽ പിന്നെ നോർക്കയുടെ ഈ വെൽഫെയർ ഒരുപാട് സ്കീമുകളെ സംബന്ധിച്ചുള്ള ഓൾ GCC ആയിട്ട് നമ്മളൊരു ടീമായിട്ട് ചെയ്ത വലിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതേപോലെ വിസ തട്ടിപ്പിനെതിരെ 2022 തോന്നുന്നു മാധ്യമം ഇതേപോലെ ഓൾ GCC റിപ്പോർട്ടേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷനിലൊരു പരമ്പരയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്ത ഒരുപാട് സ്റ്റോറികളാണ്. വളരെ ആത്മസംതൃപ്തിയുള്ള ഒരു 4 വർഷത്തെ പ്രവർത്തനമാണ് ഖത്തറിൽ ഉണ്ടായത്. പിന്നെ ഒരു രാജ്യത്തെ തലസ്ഥാന നഗരിയിൽ ഈ ജോലി ചെയ്യുക എന്നുള്ളതിന്റെ അഡ്വാൻറ്റേജും പല ഘട്ടങ്ങളിലുണ്ടായിരുന്നു. അത് നമുക്ക് നാട്ടിൽ ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത മേഖലകളിൽ ഈ രാഷ്ട്രത്തിന്റെ തലവന്മാര് അതേപോലെയുള്ള ഹയർ അതോറിറ്റി ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും ആ ഒരു കൈൻഡ് ഓഫ് ജേർണലിസ്റ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാനുണ്ട്. പാട്ടുകൾ കേട്ട് കഴിഞ്ഞിട്ടാവും. ഹുബൈബിന്റെ ഒരു ഫേവറേറ്റ് സോങ് പറഞ്ഞു. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ പല വരികളാണ്. പുത്തഞ്ചേരി പാട്ടുകൾ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ ഏതായാലും. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 നിങ്ങളാണ് താരത്തിന്റെ സമയമാണ്. ഷിഫിൻ കൂടെയുണ്ട്. എന്ന് എന്റെ കൂടെ മാധ്യമത്തിന്റെ ലേഖകൻ ഹുബൈബാണ്. നമുക്ക് മുന്നിൽ ദിവസവും വാർത്തകൾ വേണം. മാധ്യമ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം 2 ലോക്കൽ പേജുകളുണ്ട്. നാട്ടിലേക്ക് ആവശ്യമായ ജനറൽ വാർത്തകളുണ്ട്, അതും കൊടുക്കും. ഈ 2 ലോക്കൽ പേജുകൾ നടക്കാൻ ആവശ്യമായ വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് ഡെയിലി ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് വാർത്തകൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതെല്ലാം വാർത്തകളാണ്. ഇപ്പൊ ഫുട്ബോൾ ഖത്തർ ഒരു സ്പോർട്സ് പാഷനേറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു രാജ്യമായതുകൊണ്ട് ആ വാർത്തകൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 4 വർഷത്തെ ജേണി അത് നമ്മൾ ഈ പട്ടാളക്കാരെ കുറിച്ച് പറയുന്നത് പോലെ അത് ആ ഒരു പട്ടാള കഥകള് അങ്ങനെ ആ ഒരു പട്ടാളക്കാരൻ മരണം വരെ തുടരുമെന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിന്റെ കഥകളായിരിക്കും ഇനിയുള്ള ലൈഫ് എന്ന് പറയും. അത് പറഞ്ഞാലും ഒരിക്കലും തീരത്തുമില്ല. അതെ പട്ടാള കഥ പോലെ തന്നെ ലോകകപ്പിന്റെ ഓരോ നിമിഷവും അത്രത്തോളം ആവേശത്തോടു കൂടിയാണ് നമ്മൾ സമീപിച്ചത് എന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ലോകകപ്പിന്റെ ഓരോ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് നാട്ടിലേക്ക് കൂടി പോവുകയാണ്. നാട്ടിലെ സ്പോർട്സ് പേജിലൊക്കെ നിറഞ്ഞു നിൽക്കും. നാട്ടിൽ നമ്മുടെ കൂടെ പണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജോലി ചെയ്തിരുന്ന ഒരുപാട് കൂട്ടുകാർ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ് ക്ലബിൽ നമ്മുടെ കൂടെ അക്കാദമിയിൽ പഠിച്ച കൂട്ടുകാര്, അവരൊക്കെ ഹുബൈബിനെ വിളിച്ചിട്ട് പറയും, എടാ ഇത് സംഭവം അടിപൊളിയാട്ടോ. അതൊക്കെ ഒരുപാടുണ്ട്. കാരണം വേൾഡ് കപ്പ് മാധ്യമത്തിൽ നമ്മൾ 100 days കൗണ്ട് ഡൗൺ ഒരു ദിവസം പോലും മുറിയാതെ വളരെ ഖത്തറിന്റെ വേൾഡ് കപ്പിലേക്കുള്ള ഓരോ യാത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ അതിലേറ്റവും വലിയൊരു സംഭവമായിരുന്നു നമ്മുടെ ഖത്തറിൽ സ്റ്റേഡിയങ്ങളിലേക്ക് ഗ്രാസ് തയ്യാറാക്കുന്ന ഗ്രാസ് നഴ്സറിയുടെ അവിടെ ആ നഴ്സറിയിൽ നമ്മൾ വിസിറ്റ് ചെയ്തു. ഞാനും സൈഫും കൂടെ പോയത്. അപ്പോൾ അതെല്ലാം പുതിയൊരു അറിവായിരുന്നു. അത് നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് ഈ മരുഭൂമിയിൽ പിന്നെ 8 സ്റ്റേഡിയങ്ങളും പിന്നെ 44 പ്രാക്ടീസ് ഗ്രൗണ്ടുകളും സ്റ്റേഡിയങ്ങളുടെ അനുബന്ധ പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ആവശ്യമായ പുല്ല് ഖത്തറിൽ വളരെ കൃത്യമായിട്ട് പരിചരിച്ചുണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ വാർത്തകളൊക്കെ വളരെ സജീവമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടുത്തെ കപ്പൽ അക്കമഡേഷൻ, അതൊക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായ വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു. അതിനൊക്കെ സുഹൃത്തുക്കളായാലും നമ്മുടെ വായനക്കാരായാലും അങ്ങനെ ഒരുപാട് ആളുകൾ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കും. അതിൽ നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെങ്ങനെ വായിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരാളാണ് ഫുട്ബോൾ പ്രമുഖ കളിയെഴുത്തുകാരനായ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിലൊക്കെ ഗുരുസ്ഥാനിയാണ് ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജർമ്മനിയിലാണുള്ളത്. അപ്പൊ പുള്ളി ഇതിന്റെ എല്ലാ അപ്ഡേഷനുകളും ചോദിച്ചറിയുകയും ഈവൻ മാച്ച് ടിക്കറ്റ് ആയാലും പിന്നെ അതിന്റെ അങ്ങനെ ഓരോ സംഭവങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇരുത്തുന്ന ഒരുപാട് പോസിറ്റീവായ കമന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മാധ്യമ മാനേജ്മെന്റ് ആയാലും നമ്മളെ എഡിറ്റോറിയൽ മേധാവികളായാലും ഇപ്പൊ നല്ല ഫീഡ്ബാക്ക് തന്നെയായിരുന്നു. വളരെ അവര് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള തന്നെയാണ് വിശ്വാസം. അതിൽ അവിടെ ആയാലും ഇവിടെ ആയാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹപ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, വലിയ കടപ്പാടുള്ളതാണ്. 4 വർഷത്തെ ഒരു മനോഹരമായിട്ടുള്ള ഖത്തർ മാധ്യമപ്രവർത്തന ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ 100% സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിന്നും തിരികെ ഇറങ്ങുന്നതല്ലേ? തീർച്ചയായും അതിലൊരു സംശയമില്ല. കാരണം നമ്മൾ എടുത്ത പണികളെല്ലാം അതിൽ ഭംഗിയായിട്ടുണ്ട് എന്നുള്ള തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട്. അതിൽ പരാതികളൊന്നും ഇതുവരെ ഒരു കോണൊന്നും വന്നിട്ടില്ല. പിന്നെ ചെറിയ സംഭവങ്ങളൊക്കെയാണ് ഈ പ്രസംഗിക്കുന്നവനാണ് പ്രസംഗത്തിൽ തെറ്റുണ്ടാവൂ, എഴുതുന്നവനാണ് എഴുത്തിൽ തെറ്റുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും ചെയ്യാത്തവന് ഒരു തെറ്റുണ്ടാവില്ല ലൈഫില്.
അതേപോലെ തന്നെയാണ് നമ്മൾ. അത് സ്വാഭാവികം. എന്തായാലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ അഭിമാനത്തോടു കൂടി ഖത്തറിന്റെ ഹൃദയത്തിൽ വെച്ച് തന്നെ നമുക്ക് ഇവിടുന്ന് യാത്രയാവാം. യെസ്, എന്തായാലും റേഡിയോ മലയാളം 98.6ന്റെയും പേഴ്സണലി എന്റെയും 1000 വിഷസ് ഹുബൈബിനെ അറിയിക്കുകയാണ്. ഇനി നാട്ടിലും ഗംഭീരമായിട്ട് ആ ഒരു മാധ്യമ പ്രവർത്തനം നടത്താനായിട്ട് പറ്റട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ എഴുതി അങ്ങോട്ട് പോട്ടെ. താങ്ക് യു ഷിഫിൻ. ഇങ്ങനെ ഇതൊരു അപ്രതീക്ഷിതമായ ഒരു അവസരമാണ്. പരമാവധി ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാണ്, പക്ഷെ ഷിഫിന്റെ ട്രാപ്പിൽ വീണാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ സാഹചര്യം ഒരുങ്ങി. താങ്ക് യു. അത് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതായത് നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ എനിക്ക് ഓർമ്മിക്കാനും അവർക്ക് ഓർമ്മിക്കാനും എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഇന്ന് റേഡിയോ മലയാളത്തിലൂടെ പ്രിയപ്പെട്ട കൂട്ടുകാർ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നന്ദി. താങ്ക് യു.